ഹലോ ഗൈസ്, പത്തരമാൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ മുത്തശ്ശി നയനയോട് പുരോഹിതനെ കണ്ട കാര്യങ്ങളൊക്കെ പറയുവാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ നയന പറയുകയാണ്, എന്തായാലും ഇത്ര ആയതല്ലേ മുത്തശ്ശി, ഇനിയിപ്പോൾ ഈ കല്യാണം ഇടയ്ക്ക് വെച്ച് നിർത്താൻ പറ്റില്ല, അതുകൊണ്ട് മുത്തശ്ശി ഇത് മുത്തശ്ശനോട് പറയല്ലേ എന്നൊക്കെ പറയുവാണ് കേട്ടോ. അത് കഴിയുമ്പോൾ മുത്തശ്ശിയും പറയുകയാണ്, നേരെ അദ്ദേഹത്തിന് തീരെ വയ്യ, വാക്ക് കൊടുത്ത് ഇതുവരെ മാറ്റിയിട്ടില്ല, പക്ഷേ പുരോഹിതൻ്റെ വാക്കുകൾക്ക് അദ്ദേഹത്തിന് വലിയ വിലയാണ് ഉള്ളത്, അതുകൊണ്ട് എനിക്കറിയില്ല മോളെ എന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. അത് കഴിഞ്ഞ് നമ്മുടെ നയന ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി ചെല്ലുവാണ്. പ്രാർത്ഥിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ തിരുമേനിയോട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, തിരുമേനിയല്ലേ ജാതകം നോക്കിയത്, പുരോഹിതനെ കണ്ടപ്പോൾ ഇങ്ങനൊരു കാര്യം പറഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ തിരുമേനി പറയുന്നുണ്ട്, ഞാനും അത് കണ്ടിരുന്നു മോളെ, പക്ഷേ അത് കുഴപ്പമില്ലായിരിക്കും എന്ന് ഓർത്തെ, പുരോഹിതനെ പറഞ്ഞ സ്ഥിതിക്ക് അദ്ദേഹത്തിന് വളരെ ജ്ഞാനമുള്ള ആളല്ലേ, എന്തായാലും വാഴക്കല്യാണം എന്ന് പറയുന്നൊരു പ്രതിവിധിയുണ്ട്, അത് നടത്തി നോക്ക് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് കഴിയുമ്പോൾ നയനയോട് മൂക്കിതുവരെ വിശേഷമൊന്നും ആയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഇവിടെ ഒരു ആൽത്തറയുണ്ട്, അവിടെ ദമ്പതികൾ ഊഞ്ഞാൽ കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ബലം ഉണ്ടാവാറുണ്ട്, മോള് വന്ന് ചെയ്തതല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും മുത്തശ്ശിയുടെ അടുത്ത് നിന്ന് നയന പറയുന്നുണ്ട്, മുത്തശ്ശനോടൊന്നും പറഞ്ഞില്ലല്ലോ അല്ലേ മുത്തശ്ശി എന്ന് പറയുമ്പോൾ, ഇല്ല മോളെ, അദ്ദേഹത്തിനെ കുറച്ച് ദിവസത്തേക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു, എന്തായാലും അത് നല്ലതാണ്, കല്യാണം വരുമല്ലേ, അതുവരെ അവിടെ നിൽക്കട്ടെ എന്ന് പറയുവാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും നയന പറയുന്നുണ്ട്, ഒരു പ്രതിവിധിയുണ്ട് മുത്തശ്ശി, ഇന്ന് തിരുമേനിയെ കണ്ടപ്പോൾ പറഞ്ഞതാണ്, വാഴക്കല്യാണം എന്ന് പറയുന്നൊരു പ്രതിവിധി, ആദ്യം വാഴേനെ കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വാഴ വെട്ടിക്കളഞ്ഞാൽ മതി, അങ്ങനെയാകുമ്പോൾ പിന്നെ ഒരു പെങ്കൊച്ചിനെ മാത്രമല്ലേ കല്യാണം കഴിക്കുന്നത്, അനാമികേനെ, അപ്പോൾ ആ ഒരു കല്യാണത്തോടുകൂടി എല്ലാ ചടങ്ങും അവസാനിക്കും എന്നൊക്കെ പറയുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് മുത്തശ്ശി പറയുകയാണ്, അതനുസരിച്ച് എല്ലാം വേണ്ടതുപോലെ ഒരു നല്ല വാഴയൊക്കെ കണ്ടുപിടിച്ച് കുടുംബക്കാരെല്ലാം കൂടെ കൂട്ടി അനിയനെയും കൊണ്ടുവന്ന് വാഴക്കല്യാണം നടത്തുവാണ് കേട്ടോ. ആ സമയത്ത് നമ്മുടെ ജലജ പറയുന്നുണ്ട്, ഇവനാദ്യം കെട്ടിയത് വാഴ, നമ്മുടെ മക്കളും ആദ്യം കെട്ടിയ 2 വാഴകളെ അതേ നിൽക്കുന്നു എന്ന് പറയുവാണ് കേട്ടോ. ഇതൊക്കെ മുത്തശ്ശി കേൾക്കുന്നുണ്ട്, പക്ഷെ ഒന്നും മിണ്ടുന്നില്ല. ചടങ്ങ് നടക്കുന്നുകൊണ്ട് പറയുന്നുണ്ട്, എല്ലാവരും മര്യാദയ്ക്ക് പ്രാർത്ഥിക്കാൻ നോക്ക് എന്ന് പറയുവാണ്. അത് കഴിയുമ്പോഴേക്കും അനി ചോദിക്കുന്നുണ്ട്, അമ്മേ ഇങ്ങനെ വേഷം കെട്ടിച്ച് കൊണ്ട് നിർത്താൻ അമ്മയ്ക്ക് നാണമില്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ജാനകി പറയുന്നുണ്ട്, നീയും കൂടെ ഓരോന്ന് കാണിച്ച് വെച്ചതുകൊണ്ടാണ് ഇങ്ങനെ വേഷം കെട്ടിക്കേണ്ട വന്നേ, അതുകൊണ്ട് മര്യാദയ്ക്ക് താലി കെട്ടാൻ നോക്കുമെന്ന് പറയുവാണ്. എന്നിട്ട് തിരുമേനി താലി എടുത്ത് കൊടുക്കുവാണ് കേട്ടോ. അത് പറഞ്ഞതനുസരിച്ച് അനി ആ വാഴയെ താലി കെട്ടുവാണ്. അതിന് ആ വാഴ വെട്ടിക്കളയുന്നുണ്ട് തിരുമേനി. അത് എല്ലാ ചടങ്ങും കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അനി അവിടുന്ന് ദക്ഷിണ കൊടുത്തിട്ട് കയറി പോവാണ്. അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ജാനകി ഇങ്ങനെ നയനെ കൊള്ളിച്ച് ഓരോന്ന് പറയുവാണ് കേട്ടോ. അപ്പോഴേക്കും ദേവയാനിക്കൊന്നും മനസ്സിലാവാണ്ട് ദേവയാനി ഇങ്ങനെ നിൽക്കുവാണ്. നമ്മുടെ ജലജ മനസ്സിൽ ചിന്തിക്കുകയാണ്, അടയും ശർക്കരയും തമ്മിൽ തെറ്റിയോ, എന്തോ കാര്യമായിട്ടുണ്ട് എന്ന് പറയുവാണ്. അത് കഴിയുമ്പോഴേക്കും ദേവയാനി മുത്തശ്ശിയെ കൂട്ടിക്കൊണ്ട് അകത്തോട്ട് പോകാൻ നേരത്ത് പറയുകയാണ്, അനി ആദർശം എനിക്ക് ഒരുപോലെയാണ്, അതുകൊണ്ട് അവനെന്ത് നല്ലത് വരുന്നതാണെങ്കിലും ആ ചടങ്ങ് നടക്കണമെന്നേ എനിക്കുള്ളൂ, അല്ലാതെ എനിക്ക് വേറെ ഒന്നും ഇല്ല എന്ന് പറയുമ്പോഴത്തേക്കും ജലജ മനസ്സിൽ ചിന്തിക്കുവാണ്, അനി ആദർശം ഒരുപോലെ, അപ്പം ഞാനും എൻ്റെ മോനും പുറമ്പോക്കായിരിക്കും. അത് കഴിയുമ്പോഴത്തേക്കും ദേവയാനിനെ കണ്ടിട്ട് ജലജ നയനയ്ക്കും നവ്യയ്ക്കും എതിരെ എരികേറ്റി കൊടുക്കുവാണ്. അവളുമാരെ വാഴ എന്ന് വിളിച്ചെങ്കിലും അവളുമാരായിരിക്കുമല്ലോ വാഴ വെട്ടിക്കളയുന്ന പോലെ അവളുമാരെ നമ്മളെ രണ്ടിനെയും വെട്ടിക്കളയുമോ എന്ന് എനിക്ക് സംശയം എന്ന് പറയുവാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ദേവയാനിക്ക് ചെറുതായിട്ടൊരു ഭയമൊക്കെ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നന്ദുവിനെയാണ്. ഗോവിന്ദൻ പറയുകയാണ്, മോളെ നാളെയല്ലേ കല്യാണം, എന്തായാലും അവിടം വരെ പോകാതിരിക്കാൻ പറ്റുമല്ലോ, മോള് വാ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നന്ദു മാക്സിമം ഒഴിഞ്ഞു മാറുന്നുണ്ട്. അച്ഛൻ പോയിട്ട് വാ, നാളെ ഞാൻ കല്യാണത്തിന് വന്നേക്കാം, അതാ നല്ലതെന്ന് പറയുമ്പോഴും ഗോവിന്ദൻ പറയുന്നുണ്ട്, മോളൊരു വാക്കുപോലും അവിടുന്ന് പറയാതെ വന്നതിന് അവർക്ക് ഓൾറെഡി പരിഭവമുണ്ട്, മറ്റുള്ളവർക്കൊന്നും അറിയില്ലല്ലോ മോള് റെഡിയായിട്ട് അച്ഛൻ വെയിറ്റ് ചെയ്യാം, 10 മിനിറ്റ് കൊണ്ട് റെഡിയായിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞ് നന്ദുവിനെയും പിടിച്ചു വലിച്ച് കൂട്ടിക്കൊണ്ട് പോവാണ് കേട്ടോ ഗോവിന്ദൻ. നന്ദു ആണെങ്കിൽ അവിടെ ചെല്ലുമ്പോഴത്തേക്കും ജാനകി മുറ്റത്ത് തന്നെ ഇരിപ്പുണ്ട്. നന്ദുവിനെ കാണുമ്പോഴേ ജാനകിയുടെ മുഖവും ഭാവവും ഒക്കെ മാറുവാണ് കേട്ടോ. അത് കഴിയുമ്പോഴേക്കും ഗോവിന്ദനോട് നന്ദുവിൻ്റെ കാര്യങ്ങൾ ഓരോന്നിങ്ങനെ ചോദിച്ചിട്ട് പറയുകയാണ്, നന്ദുവിന് കല്യാണാലോചനയൊന്നും വരുന്നില്ലേ, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അറിഞ്ഞു കഴിയുമ്പോൾ പിന്നെ പെൺമക്കളെ കെട്ടിക്കാണ്ട് നിർത്തുന്ന അത്ര നല്ല കാര്യമാണോ എന്നൊക്കെ ചോദിക്കുവാണ്. ഇത് കേട്ട് നയന അങ്ങ് വരുമ്പോഴത്തേക്കും നയന പറയാണ്, പഠിച്ചൊരു ജോലിയൊക്കെ മേടിച്ചിട്ട് മതിയെന്ന ഇളയമേ എന്ന് പറയുമ്പോഴത്തേക്കും ജാനകി പറയാം, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, എല്ലാവർക്കും എല്ലാം അറിയാമല്ലോ, അതുകൊണ്ട് നോക്കിയും കണ്ടു എന്നാന്ന് വെച്ചാൽ ചെയ്തേക്കണം, അത്രേ എനിക്ക് പറയാനുള്ളൂ എന്നൊക്കെ പറയുകയാണ്. അപ്പം ഗോവിന്ദൻ നയനോട് ചോദിക്കുന്നുണ്ട്, ജാനകി പോയി കഴിയുമ്പോൾ, മോളെ ഇപ്പം ഇളമയും കുറ്റപ്പെടുത്തി തുടങ്ങിയല്ലേ എന്ന് ചോദിക്കുമ്പം, അതെ അച്ഛാ, ആകെ എനിക്കിപ്പം ഈ വീട്ടിൽ ഇതൊക്കെ ഒരു ശീലമായി എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദുവിനോട് പറയാം, മോളെൻ്റെ അവസ്ഥ കണ്ടല്ലോ, എങ്ങനെ ഈ കല്യാണം കഴിയുന്നിടം വരെ മോളിവിടെ പിടിച്ച് നിൽക്കണം, മര്യാദയ്ക്ക് എല്ലാവർക്കും ഒരു സംശയം തോന്നാത്ത പോലെ തന്നെ കാര്യങ്ങൾ നടത്തണം എന്നൊക്കെ പറയുകയാണ്. ഇതൊക്കെ കണ്ട് എല്ലാവരെയും പെരുമാറ്റവും സഹിക്കാൻ പറ്റാതെ നന്ദു ആകെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ നയനെ ആശ്വസിപ്പിച്ച് നന്ദുവിനെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് കേട്ടോ. മക്കളുടെ ജീവിതത്തിൻ്റെ അവസ്ഥ ഇങ്ങനെ ഓർത്ത് വിഷമിച്ച് നിൽക്കുന്ന ഗോവിന്ദനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.